കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ അനിൽകുമാർ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിൽ സമർപ്പിച്ച തൻ്റെ സസ്പെൻഷനെതിരായിട്ടുള്ള റിട്ട് ഹർജി ഇന്ന് പിൻവലിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കുകയും സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ റദ്ദാക്കി തീരുമാനം കൈക്കൊള്ളുകയും അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി, സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല എന്ന ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൂടുതൽ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം സിൻഡിക്കേറ്റ് ഡിസിഷൻ സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായി ഞങ്ങൾ കൈക്കൊണ്ട തീരുമാനം ശരിയാണ് എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് ഞങ്ങളെല്ലാം എത്തി നിൽക്കുന്നു. അപ്രകാരം യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൈക്കൊണ്ട തീരുമാനമാണ് ശരി എന്ന നിലയിൽ തന്നെ കേരളീയ സമൂഹം ഇന്നത് അംഗീകരിക്കുകയും ചെയ്യുന്നു. താൽക്കാലിക വൈസ് ചാൻസലർമാർ കടന്നു വരികയും ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി, സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമായി രജിസ്ട്രാർ പോലുള്ള ഉയർന്ന പദവിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം അവർക്കില്ല. രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടിലും ആക്ടിലും നിരവധി സ്ഥലങ്ങളിൽ സർവകലാശാല രജിസ്ട്രാറുടെ നിയമനാധികാരി, ഡിസിപ്ലിനറി അതോറിറ്റി അധികാരി സിൻഡിക്കേറ്റാണെന്ന് അടിവരയിട്ട് പറയുമ്പോഴാണ് അതിനെ ലംഘിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ടിംഗ് വി സി ആയിട്ടുള്ള മോഹനൻ കുന്നുമേൽ തെറ്റായ നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ ആ തെറ്റായ നിലപാടിനെതിരായിട്ടാണ് സർവകലാശാല നിയമപ്രകാരം ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ആർട്ടിക്കിൾ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് 1013 പ്രകാരം ഒരിക്കലും ഒരു അടിയന്തര സാഹചര്യത്തിലല്ലാതെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ വി സിക്ക് അധികാരമില്ല. ആ 1013 പ്രകാരം തെറ്റായ ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊള്ളുകയുണ്ടായി. എന്നാൽ ഏത് തീരുമാനമെടുത്താലും അത് നെക്സ്റ്റ് സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ചേർന്നപ്പോൾ ഞങ്ങൾ ആ തെറ്റായ തീരുമാനത്തെ തിരുത്തി അപ്രകാരം ഒരു സസ്പെൻഷൻ റദ്ദാക്കി തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. 1014 ആക്ടിലെ 1014 വകുപ്പ് പ്രകാരം ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിന് താഴെയുള്ളവരെ മാത്രമേ നടപടി സ്വീകരിക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട രജിസ്ട്രാർ, കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായി ഡോക്ടർ പ്രൊഫസർ അനിൽകുമാർ ഇന്നലെ ചുമതലയേറ്റ നടപടി ശരിയാണ് എന്ന കാര്യം തീർച്ചയായും കേരളീയ സമൂഹം ഇന്ന് അംഗീകരിക്കുകയാണ്. ഇന്ന് ഈ കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നതിന് മുൻപ് തന്നെ വൈസ് ചാൻസലർ സിസാ തോമസിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു നടപടിയുണ്ടായി. രണ്ട് രജിസ്ട്രാർമാർ ഒരു സർവകലാശാലയിലേക്ക് വരുന്നത്, അതായത് കെ എസ് അനിൽകുമാർ ചുമതല ഏറ്റപ്പോൾ തന്നെ മറുവശത്ത് പി ഹരികുമാറിനെ നീക്കം ചെയ്ത് മിനി കാപ്പന് ചുമതല കൊടുത്തു. അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ടാണോ സിൻഡിക്കേറ്റ് കാണുന്നത്? അല്ല, യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിട്ട് പ്രൊഫസർ അനിൽകുമാർ സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരം ചുമതലയേറ്റു. സിൻഡിക്കേറ്റ് തീരുമാനത്തെ ഓവർ റൂൾ ചെയ്യാനോ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് മുകളിൽ ഒരു ഡിസിഷൻ കൈക്കൊള്ളാനോ വൈസ് ചാൻസലർക്ക് അധികാരമില്ല. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നിയമവിരുദ്ധമായ ഉത്തരവുകൾ കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഇറക്കാൻ പാടില്ല. രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് ചുമതലയേറ്റ സാഹചര്യത്തിൽ ഏത് നിയമവിരുദ്ധ ഉത്തരവ് ഏതെങ്കിലും ഓഫീസർമാരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടോ ചാർജ് കൊടുത്തുകൊണ്ടോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവുകൾ അടിയന്തിരമായി പിൻവലിക്കേണ്ടതുണ്ട്. പിന്നെ ആ ഉത്തരവിൽ പരാമർശിക്കപ്പെട്ട ചില ഓഫീസർമാരൊക്കെ ദീർഘകാലം ഇവിടെ പ്രവർത്തിച്ചു പരിചയമുള്ളവരാണ്. അവർ തെറ്റായ നിലപാടിനോടൊപ്പം നിൽക്കുന്നവരല്ല. അതുകൊണ്ട് ബഹുമാന്യയായ വൈസ് ചാൻസലർ സിസാ തോമസ് കേരള യൂണിവേഴ്സിറ്റിയുടെ നിയമവും ചട്ടങ്ങളുമൊക്കെ ശരിയായി ഒന്ന് മനസ്സിലാക്കണം. സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ ശരിയായി മനസ്സിലാക്കണം. സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തെ ഓവർ റൂൾ ചെയ്യാൻ കഴിയില്ല.